നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കോട്ടകര മറ്റത്തൂർക്കുന്നിൽ CCTVയിൽ കഴിഞ്ഞ ദിവസം പതിഞ്ഞ ചിത്രം പൂച്ചയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. അളഗപ്പ നഗരപഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. രണ്ടാഴ്ച നീണ്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവസാനിച്ചു. അത്യന്തം ആവേശകരമായി ആലത്തൂർ ALP സ്കൂളിലെ തെരഞ്ഞെടുപ്പ്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തിയ മത്സ്യ കർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷവും വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കോട്ടകര മറ്റത്തൂർക്കുന്നിൽ CCTVയിൽ കഴിഞ്ഞ ദിവസം പതിഞ്ഞ ചിത്രം പൂച്ചയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ഞായറാഴ്ച രാത്രി 7:45 മറ്റത്തൂർക്കുന്ന് പടിഞ്ഞാട്ടുമുറി കതിരോല നഗറിൽ കോപ്പിളി യോഹന്നാന്റെ വീട്ടിലെ നിരീക്ഷണ ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത്. വീടിന്റെ മുൻവശത്തുകൂടി ഒരു ജീവി നടന്നു പോകുന്നതായിട്ടാണ് ദൃശ്യം. യോഹന്നാന്റെ വീട്ടിൽ ആൾ താമസമില്ല. ഇവർ US-ലാണ്. വീട്ടിലെ CCTV ക്യാമറയുടെ ലിങ്ക് ഇദ്ദേഹത്തിൻ്റെ US-ലെ വീട്ടിലെ കമ്പ്യൂട്ടറിലുണ്ട്. അങ്ങനെയാണ് വീടിന് മുന്നിൽ കടുവ എത്തിയത് കണ്ടത്. തുടർന്ന് സമീപവാസിയായ K പ്രസാദിനോട് വിവരം അറിയിക്കുകയായിരുന്നു. വിവരം അറിഞ്ഞ് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ KS ഷിനോജിൻ്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും RRT സേനയും സമീപത്ത് തെരച്ചിൽ നടത്തിയിരുന്നു. ക്യാമറയിൽ നിന്നുള്ള ദൃശ്യം വിശദമായി പരിശോധിച്ചതിൽ അത് പൂച്ചയുടേതാണെന്നാണ് പ്രാഥമിക വിലയിരുത്തലെന്ന് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ് പറഞ്ഞു. ഇതോടെ ജനങ്ങളുടെ ആശങ്ക മാറി. അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ EK സദാശിവൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ജിജോ ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൽസൺ, വാർഡ് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, കൊടകര BPC TR അനൂപ് എന്നിവർ സംസാരിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്ന് 1,30,00,000 രൂപ ചെലവിലാണ് ലാബ് സമുച്ചയം നിർമ്മിക്കുന്നത്. ലാബ് സമുച്ചയം 1,30,00,000 രൂപ സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടാണ് ഈ പദ്ധതി തുടക്കം കുറിക്കുന്നത്. ഇവിടെ AIC ഇതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് പദ്ധതി വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഓരോ മേഖലയിലും വരുന്ന പണത്തിൻ്റെ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 1,30,00,000 രൂപ അനുവദിച്ചെങ്കിൽ രണ്ടാഴ്ച നീണ്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവസാനിച്ചു. അത്യന്തം ആവേശകരമായി ആലത്തൂർ ALP സ്കൂളിലെ തെരഞ്ഞെടുപ്പ്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്തു. എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരും ചിഹ്നവും വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിൽ വിരൽ അമർത്തിയാൽ വോട്ട് റെഡി. പോളിംഗ് ബൂത്തിലെ പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ എല്ലാം കുട്ടികൾ തന്നെയായിരുന്നു. രാവിലെ 10:30 മുതൽ 1 മണി വരെയായിരുന്നു തെരഞ്ഞെടുപ്പ്. പ്രകടനങ്ങളും കൊട്ടിക്കലാശവും എല്ലാം ഇത്രയും ദിവസം ഉണ്ടായതിനാൽ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ പ്രതിഫലനമുണ്ടായി. 200 കുട്ടികൾ വോട്ട് ചെയ്തു. വിദ്യാലയത്തിലെ PTA, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ പരിപൂർണ സഹകരണത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കുട്ടികളിൽ ജനാധിപത്യബോധവും ഉത്തരവാദിത്വവും ദീർഘവീക്ഷണവും ഉണ്ടാകുമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തവണയും ഇലക്ഷൻ നടത്തിയത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വിധം കുട്ടികൾ അസംബ്ലികളിലും ക്ലാസുകളിലും പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. PTA പ്രസിഡന്റ് ജയരാജ് കല്ലിങ്ങപ്പുറം, വൈസ് പ്രസിഡന്റ് PS സുനിൽ, MPTA വൈസ് പ്രസിഡന്റ് റിയ ഗിരീഷ്, അധ്യാപകരായ CG അനൂപ്, MM ഗോവിന്ദ്, KT ഹൃതിക് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
2024 ജൂലൈയിൽ കാലാവധി തീർന്ന സർവീസ് പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് സബ് ട്രഷറി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വരന്തരപ്പള്ളി, മറ്റത്തൂർ, തൃക്കൂർ, നെന്മണിക്കര, കൊടകര, പുതുക്കാട്, അളഗപ്പനഗർ പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് പെൻഷൻകാർ അണിനിരന്ന പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, K സുകുമാരൻ, K സദാനന്ദൻ, CU രമണി, TS സുബ്രഹ്മണ്യൻ, MK ബാബു, വർക്കി കുറ്റിയാറ, P മനോജ് കുമാർ, T രാജശേഖരൻ, ജോസഫ് ചാക്കേരി, ഫ്രാങ്കോ ജി മഞ്ഞളി, CK ജോസഫ്, BB ശോഭനകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തിയ മത്സ്യകർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത്. കൊരട്ടി പഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയിൽ 1.50 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് ചെലവഴിച്ചത്. കൊരട്ടി പഞ്ചായത്തിലെ മത്സ്യകർഷകരായ ജോർജ് TD തെക്കിനിയത്ത്, ബേബി മുക്രാപ്പിള്ളി, ബൈജു PC പുളിക്കൻ, ജിമ്മി കരേടൻ, വർഗീസ് പാറേക്കാടൻ എന്നിവർക്ക് 30,000 രൂപ ചെലവ് വരുന്ന ഫൈബർ വള്ളങ്ങൾ കൈമാറി. മത്സ്യബന്ധന ക്ഷേമനിധിയിൽ അംഗത്വവും ലൈസൻസും ഉള്ളവർക്കാണ് വള്ളം കൈമാറിയത്. 3 പേർക്ക് കയറി മത്സ്യബന്ധനം നടത്താവുന്ന വിധമാണ് വള്ളം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫൈബർ വള്ളങ്ങളുടെ കൈമാറ്റ ഉദ്ഘാടന ചടങ്ങ് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് അംഗങ്ങളായ ജിസി പോൾ, PS സുമേഷ്, റെയ്മോൾ ജോസ്, ലിജോ ജോസ്, ഷിമ സുധീൻ, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത AS, മത്സ്യവികസന സ്റ്റോക്ക് വകുപ്പ് ഓഫീസർ ജിബിന MM, ജോർജ് TD എന്നിവർ പ്രസംഗിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്തിലെ പൊതു ശൗചാലയങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതിനെതിരെയും കൊടകരയിലെ ചാലക്കുടി ബസ് സ്റ്റോപ്പിന്റെ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞിട്ട് യാത്രക്കാർക്ക് തുറന്നു കൊടുക്കാത്തതിലും പ്രതിഷേധിച്ച് ഏകലവ്യ കലാ കായിക സമിതിയും കേരള സിറ്റിസൺ ഫോറം പഞ്ചായത്ത് യൂണിറ്റും സംയുക്തമായി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു. കൊടകരയിൽ ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തുന്ന പ്രതിഷേധ കൂട്ടായ്മ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന പ്രസിഡന്റ് PJ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും. ഏകലവ്യ കലാ കായിക സമിതി പ്രസിഡന്റ് TG അജോ അധ്യക്ഷത വഹിക്കും. കേരള സിറ്റിസൺ ഫോറം സംസ്ഥാന കൺവീനർ Y ഔസേപ്പച്ചൻ, ഏകലവ്യ കലാ കായിക സമിതി ഭാരവാഹികളായ ഷജിത്ത് കുമാർ, പ്രദീപ് കല്ലിങ്ങപ്പുറം എന്നിവർ സംസാരിക്കും. മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷവും വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. കൊടാലി CC ടവർ ഹാളിൽ നടത്തിയ സംവാദം ഫാദർ ജോൺ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. PS രാമകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PC ഉണ്ണിച്ചക്കൻ വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. രഘു മാസ്റ്റർ അടിയന്തരാവസ്ഥ കാലത്തെ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു. TM ചന്ദ്രൻ, PK വേണുഗോപാലൻ, OS മാധവൻ, ഉമ്മുകുൽസു അസീസ്, BK കാസിം, TD ജയപാലൻ, ജോസഫ് വാസുപുരത്തുകാരൻ, ശിവദാസൻ കൊടുങ്ങ തുടങ്ങിയവർ സംസാരിച്ചു. അത് കോൺഗ്രസിന്റെ ചിഹ്നം പശുവും കിടാവുമായിരുന്നു. പശു ഒരു വിശുദ്ധ മൃഗമാണ്, അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് ചിഹ്നമാകാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ. 2 ആരോപണങ്ങളാണ് കോടതി ശരിവെച്ചത്. ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ യശ്പാൽ കപൂർ അധികാര ദുർവിനിയോഗം നടത്തുകയും മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ELEP പ്രോഗ്രാമിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡയറ്റ് ഫാക്കൽറ്റി PCCG പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ ഹെഡ്മിസ്ട്രസ് NJ മിനി, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ, PB കരുണ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഇംഗ്ലീഷ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസമായിട്ടാണ്. ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഇന്ത്യ രാജ്യത്തെ ഇന്ത്യക്ക് പുറത്തു പോയാലും, എന്നാലും നമുക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോയി കഴിഞ്ഞ് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ഭാഷകളാണ്. ചാലക്കുടി പുഴയിൽ പ്ലാന്റേഷൻ പള്ളിയുടെ ഭാഗത്ത് യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി ചക്കുങ്ങൽ രാജീവ് കുമാറിന്റെ ഭാര്യ 42 വയസ്സുള്ള ലിപ്സിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് പിള്ളപ്പാറയിൽ ഒരു യുവതി പുഴയിൽ ചാടുന്നത് നാട്ടുകാർ കണ്ട് പോലീസിൽ അറിയിച്ചിരുന്നു. യുവതിയുടെ സ്കൂട്ടർ പുഴത്തീരത്തു നിന്നും ലഭിച്ചു. തുടർന്ന് പുഴയിൽ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്.
അതിരപ്പള്ളി മലക്കപ്പാറ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. തമിഴ്നാട് വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കരടിയെന്ന് സ്ഥിരീകരണം. കുട്ടിയുടെ ശരീരത്തിലുണ്ടായ മുറിവ് കരടിയുടെ ആക്രമണത്താലാണെന്ന് വനംവകുപ്പും ഡോക്ടേഴ്സും സ്ഥിരീകരിച്ചു. ആസാം സ്വദേശി നൂറിൽ ഇസ്ലാമാണ് കരടിയുടെ ആക്രമണത്തിൽ മരിച്ചത്. വേവർലി എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. പ്രദേശത്ത് കൂട് സ്ഥാപിക്കുമെന്നും തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചു. നവീകരിച്ച പോട്ട ഗ്രാമീണ വായനശാലയുടെ ഉദ്ഘാടനം ആഗസ്റ്റ് 15 നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 78 വർഷമായി പോട്ടയിൽ പ്രവർത്തിച്ചു വരുന്ന പോട്ട ഗ്രാമീണ വായനശാല ഡിജിറ്റലൈസ് ചെയ്ത് നവീകരിച്ച് പുതിയ വായന മുറിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഉദ്ഘാടനം 2025 ആഗസ്റ്റ് 15 വൈകിട്ട് 5 മണിക്ക് സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കും. പ്രശസ്ത കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും. മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. LF ചർച്ച് വികാരി ഫാദർ ടോം മാളിയേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടർന്ന് ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന കല്യാണം എന്ന സാമൂഹ്യ നാടകം അരങ്ങേറും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പായി സ്ഥാപിച്ചതാണ് പോട്ട ഗ്രാമീണ വായനശാല. M രാമൻകുട്ടി മേനോനാണ് സ്ഥാപകൻ. സ്വാതന്ത്ര്യ സമര സേനാനിയായ AV മേനോനാണ് ആദ്യ പ്രസിഡന്റ്. പോട്ടയുടെ കലാ സാംസ്കാരിക രംഗത്ത് മഹത്തായ പങ്കുവഹിച്ചിട്ടുണ്ട് ഈ വായനശാല. മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ CI ജോർജ്, MT കൊച്ചാപ്പു മാസ്റ്റർ എന്നിവരെ കൂടാതെ EV സുന്ദരൻ മാസ്റ്റർ, ശങ്കരൻകുട്ടി മാസ്റ്റർ മുല്ലശ്ശേരി, BL ജോൺസൺ, പങ്കജാക്ഷൻ ഉപ്പത്ത് എന്നിങ്ങനെ നിരവധി പേർ വായനശാലയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വത്സൻ ചമ്പക്കര, പോൾസൺ മേലേപ്പുറം, ലൈജൻ KL, അനീഷ ബിജിത്ത്, അമൃത ലൈജൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റലൈസ് ചെയ്ത് പുതിയ വായനാമുറിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന ഓഗസ്റ്റ് 15 വൈകിട്ട് 5 മണിക്ക് കോട്ട പള്ളി പാരിഷാൽ വെച്ച് ബഹുമാനപ്പെട്ട ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് അവർ നിർവഹിക്കുകയാണ്. പ്രശസ്ത കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തും. മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ഷിബു വാലപ്പൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9295 രൂപ, പവന് 74,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര മറ്റത്തൂർക്കുന്നിൽ CCTVയിൽ കഴിഞ്ഞ ദിവസം പതിഞ്ഞ ചിത്രം പൂച്ചയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. അളഗപ്പ നഗരപഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന ലാബ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. രണ്ടാഴ്ച നീണ്ട തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അവസാനിച്ചു. അത്യന്തം ആവേശകരമായി ആലത്തൂർ ALP സ്കൂളിലെ തെരഞ്ഞെടുപ്പ്. കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉൾനാടൻ മേഖലകളിൽ ഉപജീവനാർത്ഥം മത്സ്യബന്ധനം നടത്തിയ മത്സ്യ കർഷകർക്ക് ഫൈബർ ചെറുവള്ളങ്ങൾ നൽകി കൊരട്ടി ഗ്രാമപഞ്ചായത്ത്.
കുമ്മറ്റത്തൂർ സെക്യുലർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അടിയന്തരാവസ്ഥയുടെ 50-ാം വർഷവും വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.